എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുംഭമാസത്തിൽ രാജയോഗം അനുഭവവേദ്യമാകുന്ന 3 നക്ഷത്രക്കാർ, അവരെ പറ്റിയാണ് നമ്മളിന്നിവിടെ സംസാരിക്കുന്നത്. പലപ്പോഴും രാജയോഗം എന്നത് വളരെയധികം നേട്ടങ്ങൾ കൊണ്ടുവരുന്ന ഒന്നാണ്. ജ്യോതിഷപ്രകാരം രാജയോഗം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരും. പലപ്പോഴും അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് ഉള്ള മാറ്റങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതും ആയിരിക്കും. രാജയോഗം അനുസരിച്ച് ചില നക്ഷത്രക്കാരിൽ അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. ഒരു വ്യക്തിയുടെ ജനന സമയത്ത് ആ വ്യക്തിയുടെ ജാതകത്തിലെ സമയം, ഗ്രഹങ്ങളുടെ സ്ഥാനം എന്നിവയെല്ലാം മനസ്സിലാക്കിയാണ് പലപ്പോഴും രാജയോഗം തീരുമാനിക്കുന്നത്. അതിൻ്റെ ഫലമായി വിജയം, സമ്പത്ത്, ഉയർന്ന പദവി, മികച്ച ദാമ്പത്യം എന്നിവയെല്ലാം മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ശുഭഗ്രഹങ്ങളുടെ കൂടിച്ചേരൽ ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. വരുന്ന കുംഭമാസത്തിൽ ആർക്കൊക്കെയാണ് രാജയോഗം വന്നു ചേരുക, അതിലുപരി എത്രത്തോളം മികച്ച നേട്ടങ്ങൾ ഇവരെ കാത്തിരിക്കുന്നു എന്നതുകൂടി പരിശോധിക്കാം. രാജയോഗം എന്നത് എപ്പോഴും ഗ്രഹങ്ങളുടെ ബലാബലമനുസരിച്ചാണ് സംഭവിക്കുന്നത്. 3 അതിലധികമോ ഗ്രഹങ്ങൾ ഉച്ചത്തിൽ അല്ലെങ്കിൽ സ്വന്തം രാശിയിലോ നിന്നാൽ രാജയോഗം സംഭവിക്കും. എന്നാൽ ചില അവസരങ്ങളിൽ നീചരാശിയിൽ ശുഭഗ്രഹങ്ങൾ നിന്നാലും രാജയോഗം സംഭവിക്കുന്നതാണ്. ശത്രുവരെ ഈ സമയത്ത് നിങ്ങളെ വളരെയധികം അനുകൂലമായ മാറ്റങ്ങളോടെ സമീപിക്കും എന്നതാണ് രാജയോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. കുംഭമാസത്തിൽ രാജയോഗം അനുഭവവേദ്യമാകുന്ന നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രം. ഇവർക്ക് ബിസിനസ്സിലും സമ്പത്തിലും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. വിവിധ ഉയരങ്ങൾ കീഴടക്കുവാൻ ഇവർക്ക് സാധിക്കും. വിജയത്തിൻ്റെ കാര്യത്തിൽ ഇവർ ആരെയും ഭയക്കേണ്ടതില്ല. മാത്രമല്ല, സന്തോഷകരമായ പല മാറ്റങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സ്നേഹവും നിലനിൽക്കുന്നത് കാണുവാൻ സാധിക്കും. നേതൃത്വത്തിൻ്റെ കാര്യത്തിൽ മികച്ച അഭിപ്രായമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ശത്രുക്കളെയുമെല്ലാം നിഷ്കരുണം പരാജയപ്പെടുത്തുവാൻ സാധിക്കും. ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളും തേടിയെത്തുന്ന സമയം കൂടിയായിരിക്കും കുംഭമാസത്തിലെ ഈ രാജയോഗം. നിക്ഷേപങ്ങൾ എല്ലാം മികച്ച സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതായിരിക്കും. സന്തോഷകരമായ പല മാറ്റങ്ങളും ഈ സമയം ജീവിതത്തിൽ സംഭവിക്കുന്നതും ആയിരിക്കും. അടുത്തത് ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകുന്ന സമയമാണ് കുംഭമാസം. ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും അനുകൂലമായി വരുന്ന സമയമാണ് എന്നതാണ് സത്യം. രോഗങ്ങൾ എല്ലാം അകന്നു പോകുന്ന അവസ്ഥയുണ്ടാകും. മാത്രവുമല്ല, പഠനകാര്യങ്ങളിൽ നിങ്ങളെ തോൽപ്പിക്കുവാൻ ആർക്കും സാധിക്കുകയുമില്ല. സന്തോഷകരമായ പല മാറ്റങ്ങളും ഈ സമയത്ത് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഗവേഷണത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കുവാൻ ഈ കാലഘട്ടത്തിൽ സാധിക്കും. ആഴത്തിലുള്ള അറിവും ഗുണകരമായി മാറുന്ന സമയമാണ്. സാമ്പത്തികമായ നേട്ടങ്ങൾ അനുഭവത്തിൽ വരും. എല്ലാ വിധത്തിലുള്ള പ്രതിസന്ധികളെയും നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റുന്നതായിരിക്കും ഈ രാജയോഗം നിമിത്തം. സന്തോഷകരമായ പല മാറ്റങ്ങളും ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നതായിരിക്കും. മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരുരുട്ടാതിയാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് നേതൃത്വം വഹിക്കുന്നതിന് സാധിക്കുന്ന സമയമാണ് കുംഭമാസം. ആഗ്രഹിക്കുന്ന എല്ലാ മാറ്റങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഇവർക്ക് സാധിക്കും. ബിസിനസ്സിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഉയർച്ചയിലേക്ക് ഇവരെത്തുന്നതായിരിക്കും. ബിസിനസ് ചെയ്യുമ്പോൾ കൂട്ടു ബിസിനസ് ചെയ്യുന്നവർക്ക് എല്ലാ തരത്തിലുള്ള വിജയവും കരസ്ഥമാക്കുവാൻ സാധിക്കും. രാജയോഗത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക്
മാത്രമല്ല കൂടെയുള്ളവർക്കും ഗുണകരമായ പല മാറ്റങ്ങളും കൊണ്ടുതരുന്നതായിരിക്കും. സന്തോഷകരമായ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് സംഭവിക്കുന്ന അവസ്ഥയും ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതിയിൽ വളരെയധികം മുൻപോട്ട് പോകുന്ന അവസ്ഥ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് കുംഭമാസത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. ഇന്നത്തെ നമ്മുടെ വിഷയം ഇവിടെ നിർത്തുകയാണ്. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.